ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ കൊടൈക്കനാലിലാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താ പറയുമോ, വൺ ഡേ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ കൂകാലി, പൂണ്ടി, അതുപോലെ മഞ്ഞവന്നൂർ, അങ്ങനെ 3 സ്ഥലവും നമ്മൾ കറങ്ങി അടിച്ച് വരാൻ പോവാണ്. അവിടെ നമുക്ക് മെയിനായിട്ട് ഏതൊക്കെ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും, ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ അവിടെ നിന്ന് കറങ്ങി വരാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ പ്ലാൻ കേട്ടോ. നമ്മുടെ പഴനി വ്യൂ പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തെ സ്പോട്ട് വരുന്നത് പൂമ്പാറയാണ്. ഈ കാണുന്നുണ്ടോ, ഇതാണ് പൂമ്പാറയുടെ ഈ വ്യൂ പോയിന്റ് കേട്ടോ. ഒരു വില്ലേജാണ്. നമുക്കിപ്പോൾ ഒരു സൗണ്ട് നമുക്ക് ഇവിടെ കേൾക്കുന്നുണ്ട്. ക്യാമറയിൽ എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. ഈ വില്ലേജിലൊക്കെ ഈ ഒരുമാതിരി ഒരു തപ്പട്ട എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു സാധനം ഇപ്പോൾ വായിക്കുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ക ഒരു ഗ്രാമീണ പ്രദേശമാണ് കേട്ടോ. അതായത് നമ്മൾ കൊടൈക്കനാൽ ടൗണിൽ നിന്ന് ആ സ്ഥലങ്ങളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോകും. പക്ഷേ ഇങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ കാണാൻ വരാറില്ല. പക്ഷേ ഇതിൽ എന്താ ഒരു ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീടും പലതരം കളറിൽ നമുക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര നല്ല രസമുണ്ട്. ഒറ്റ കളറാണ് ഇത്ര രസം ഉണ്ടാവില്ല, ഭയങ്കര രസമുണ്ട് ആ കളറോടെ കാണുമ്പോൾ. പിന്നെ ഈ കാണുന്ന കൃഷിയൊക്കെ കണ്ടില്ലേ, തട്ട് തട്ടായിട്ടാണ് ഇവിടെ ചെയ്യുന്നത് ഓരോ കൃഷിയും. അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു മെയിൻ വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ രണ്ടാമത്തെ സ്പോട്ടായ കൂകാൽ ലേക്ക് വ്യൂവിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ പക്ക കൂകാലിൻ്റെ ആ ഒരു എൻഡ് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം പോയത് പൂമ്പാറയാണ്, രണ്ടാമത് കൂകാലിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനിയാണ് നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഈ ഒരു ലെവലിൽ തന്നെ പ്ലാൻ ചെയ്ത് വരിക. പിന്നെ പൂമ്പാറയിൽ നിന്ന് നമ്മൾ കൂകാലിലേക്ക് അടിക്കുന്ന സമയത്ത് ഒരു ഓഫ് റോഡ് റൂട്ട് വരും. ജന്മം കണ്ട് നിങ്ങൾ ആ വഴിയിലേക്ക് തിരിയരുത്, കാരണം ഭയങ്കര മോശമായിട്ടുള്ള വഴിയാണ്. റോഡില്ല എന്ന് തന്നെ പറയാം. ബൈക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല, കാറിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അപ്പോൾ അതല്ലാതെ തന്നെ നിങ്ങൾക്ക് പൂമ്പാറയിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് തൊട്ടൊരു കുറച്ച് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ മെയിൻ റോഡ് കാണും. ആ വഴി തന്നെ വരിക കേട്ടോ. ഗൈസ്, നമ്മൾ കറക്റ്റ് ഉച്ച സമയത്താണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വെയിലുണ്ട്, എന്നാലും ക്ലൈമറ്റ് തണുപ്പുള്ളത് കൊണ്ട് നമുക്ക് അത്ര ചൂടറിയുന്നില്ല. പക്ഷെ നല്ല വെയിലുണ്ട്. കറക്റ്റ് ഒരു ഉച്ച കഴിഞ്ഞൊരു 3 മണി ആ സമയത്തൊക്കെ എത്തുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇവിടുത്തെ വ്യൂ എന്ന് പറയാൻ. നമുക്ക് കുറച്ചുകൂടെ ക്ലൈമറ്റ് നമുക്ക് കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് മാച്ച് ആവും. അപ്പോൾ നമ്മൾ കൂകാൽ ലേക്ക് വ്യൂ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്ററിൻ്റെ അകത്താഴെ വരുള്ളൂ, അത്രയും ദൂരം വരുള്ളൂ. ആ റൂട്ട് തന്നെ സ്ട്രെയിറ്റ് നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ കൂകാൽ ഒരു വ്യൂ പോയിന്റ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ വ്യൂ പോയിന്റ് ഭംഗി എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്പോട്ട് കൂടെ വരിക കേട്ടോ. ഇപ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് താഴേക്കൊന്നും വന്നിട്ടില്ല. നമ്മൾ ആ മോളിൽ നിന്ന് കുറച്ചിങ്ങോട്ട് താഴേക്ക് ഇറങ്ങിയുള്ളൂ. അപ്പോഴേക്കും വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ നമുക്ക് കണ്ടില്ലേ, ഇതുവഴി ഇങ്ങനെ ഇറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹില്ലിൻ്റെ അത്രയും താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വാട്ടർഫാളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ക്യാമറയിൽ കാണത്തില്ല, ആ ഭാഗത്ത് നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ട് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഫോറസ്റ്റ് അലോഡ് അല്ലെങ്കിൽ നോട്ട് അലോഡ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി പോവാം. സ്വന്തം റിസ്ക് ആണെന്ന് മാത്രം. അപ്പോൾ ഈ കണ്ടതാണ് മന്നവന്നൂർ ഗ്രാമം എന്ന് പറയുന്നത്. നമ്മൾ പൂമ്പാറയിൽ കണ്ടിട്ടുള്ള സെയിം അതേ വ്യൂ തന്നെയാണ് ഇവിടെ ഉള്ളത്. കുറേ കളേഴ്സായിട്ടുള്ള വീടും കാര്യങ്ങളും, ബാക്ക്ഗ്രൗണ്ടിൽ മല കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റെപ്പ് രീതിയിലാണ് ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ വളരെ ചെറുതായി തോന്നുമെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിക്ക് തന്നെയാണ് അവർ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് വേറെ വ്യൂ ഒന്നുമില്ല. ഈ ഗ്രാമം തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേക കാഴ്ച എന്ന് പറയുന്നത്. മെയിനായിട്ട് മന്നവന്നൂർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷീപ്പ് ഫാമും കാര്യങ്ങൾ കാണാം. അത് കഴിഞ്ഞ് നമുക്ക് പൂണ്ടി ഭാഗത്തേക്ക് പോകാം. അത്രേ ഉള്ളൂ കേട്ടോ.
ഗൈസ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്പോട്ടായ പൂണ്ടിയിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ പൂണ്ടിയിൽ ഈ കാണുന്ന വ്യൂവും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ടില്ലേ അതുപോലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. മെയിനായിട്ട് ഈ പൂണ്ടിയാണെങ്കിൽ ശരി, മന്നമന്നൂർ, ഈ സ്ഥലങ്ങളെല്ലാം തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സാധാരണപ്പെട്ട ഗ്രാമങ്ങളും ആളുകളും അത്രയും വളരെ സിമ്പിളായിട്ടുള്ള ആളുകളും ആ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനാണെങ്കിൽ മാത്രം ഈ വഴിയിലേക്ക് തിരിച്ചാൽ മതി. നമ്മൾ കൊടൈക്കനാൽ ടൗണിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലേക്കിലും അതുപോലെ തന്നെ ഡോൾഫിൻ നോസിലും ഗുണ കേവ്സിലും പോകുന്ന പോലെ ഓരോരോ സ്ഥലങ്ങളും പോയി കഴിഞ്ഞാൽ അതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളല്ല. ഈ എല്ലാ സ്ഥലങ്ങളും എല്ലാം ഈ പറഞ്ഞ പോലെ കൃഷിയും കാര്യങ്ങളും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് ആസ്വദിക്കാൻ കഴിവുള്ളവർ മാത്രം ഈ വഴിയിലേക്ക് വന്നാൽ മതി. മെയിനായിട്ട് ഇവിടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് മന്നമന്നൂരിലെ നമ്മുടെ ഷീപ്പ് ഫാമിനെയാണ്. അപ്പോൾ നമ്മൾ ഈ ഇതിന് മുമ്പ് കാണിച്ച ചെറിയൊരു ക്ലിപ്പ് എന്ന് പറയുന്നത് ഷീപ്പ് ഫാമിലുള്ള തന്നെയാണ്. നമ്മൾ കയറുന്ന സമയത്ത് 4 മണിക്ക് ക്ലോസിങ് ടൈമാണ്. നമ്മൾ അറിഞ്ഞിരുന്നില്ല, 4:15 കഴിഞ്ഞാൽ നമ്മളവിടെ എത്തിയത്. പക്ഷേ നമുക്ക് ആ ഷീപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു ആകാംക്ഷ കാരണം നമ്മുടെ അവിടുത്തെ ഒരു സാറുണ്ടായിരുന്നു, ആളുടെ ഹെൽപ്പ് വഴിയാണ് നമ്മളെ അവിടെ അകത്തേക്ക് കയറ്റിയത്. അപ്പോൾ നമുക്ക് എൻട്രി ഫീയോ കാര്യങ്ങളോ ഒന്നും വന്നില്ല, ആൾ വാങ്ങിയില്ല. അതിനുള്ളിൽ കയറി നമുക്ക് ഷീപ്പ് ഫാമും അതുപോലെ തന്നെ അതിൽ റാബിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണിച്ചു തന്നായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് മന്നമന്നൂർ ലേക്ക് പറയുന്നുണ്ട്, ആവറേജ് തന്നെയാണ്, അതിൽ വലിയ വ്യൂവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാനുള്ളത് കേട്ടോ. പ്രത്യേകിച്ച് വേറൊന്നുമില്ല, ഓവർ ഹൈപ്പഡ് ആക്കി നമുക്ക് പറയാൻ പറ്റുന്നൊരു സ്ഥലമല്ല. പക്ഷേ ഇങ്ങനെയുള്ള കാഴ്ചകളും കാര്യങ്ങളും ഗ്രാമപ്രദേശങ്ങളും അതുപോലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ മാത്രം ഈ വഴിയിലേക്ക് തിരിക്കുക, അവർക്ക് വന്നാൽ വ്യക്തമായിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല, വീഡിയോ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും നമ്മുടെ വീഡിയോ ഉള്ളൂ. മറ്റ് വ്ളോഗേഴ്സ് എന്തൊക്കെയാണ് പറഞ്ഞത്, നമ്മൾ പല വീഡിയോ ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഞാൻ എക്സ്പെക്ട് ചെയ്ത് തന്നെ വന്നത്, ആ എക്സ്പെക്ടേഷൻ്റെ ഒരു 50% പോലും നമുക്ക് കിട്ടിയില്ല എന്ന് തന്നെ വേണം പറയാൻ. ബൈ ബൈ, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.